പത്തനംതിട്ടയിൽ തോട്ടിലേക്ക് ഓട്ടോ മറിഞ്ഞുണ്ടായ അപകടത്തിൽപ്പെട്ട 4 വയസ്സുകാരനെ കാണാനില്ല. ഓട്ടോയിലുണ്ടായിരുന്ന യദുകൃഷ്ണനെയാണ് കാണാതായത്. അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചിരുന്നു. നന്ദുഷയുടെ വിശദാംശങ്ങൾ നൽകാനായി. നന്ദുഷ, കുഞ്ഞിനുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? വിശദാംശങ്ങൾ എന്താണ്? ജീന, അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ കരുമാന്തോട്ടിൽ ഉണ്ടായിരിക്കുന്നത്. വൈകുന്നേരം 4 മണിയോട് കൂടിയായിരുന്നു ഓട്ടോ തോട്ടിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായത്. ആദിലക്ഷ്മി എന്ന 8 വയസ്സുകാരി മരിച്ച അപകടമാണിത്. ഇതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കുട്ടികളെയും ഓട്ടോ ഡ്രൈവറെ രക്ഷാപ്രവർത്തനത്തോടെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നേടിയ ശേഷം വീണ്ടും നടത്തിയ ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഒരു 4 വയസ്സുകാരനെ കൂടി കണ്ടുകിട്ടാനുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. ഞെട്ടിക്കുന്ന സംഭവമാണ്. കാരണം വന്യജീവികൾ ഇറങ്ങുന്ന കാട്ടിൽ 4 വയസ്സുകാരൻ പെട്ടുപോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തോട്ടിൽ വീണതോ അതല്ലെങ്കിൽ വനപ്രദേശത്ത് എവിടെയെങ്കിലോ വീട് കിടക്കുകയായിരിക്കാമെന്നാണ് അനുമാനിക്കുന്നത്. ഏതായാലും നിലവിൽ പോലീസും അഗ്നിശമന സേനയും പ്രദേശത്തേക്ക് തിരിച്ച് അവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ, അതായത് ഓട്ടോ മറിഞ്ഞ സമയത്ത് അഗ്നിശമന സേന അതിവേഗം തിരച്ചിൽ നടത്തി 4 കുട്ടികളെ രക്ഷിച്ച് അവിടെ നിന്ന് മാറിയതായാണ് നാട്ടുകാരുടെ ആക്ഷേപം. കൂടുതൽ തിരച്ചിലിന് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ 4 വയസ്സുകാരനെ ഉടൻ തന്നെ കണ്ടെത്താനാകുമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഏതായാലും വലിയ തിരച്ചിലിനാണ് ഇന്ന് രാത്രി കരുമാന്തോട്ടിലെ ആ തോട്ടിന്റെ സമീപത്തേക്കുള്ള വനപ്രദേശത്ത് അഗ്നിശമന സേനയും പോലീസും തയ്യാറെടുക്കുന്നത്. അവർ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ 4 വയസ്സുകാരനെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. ശരി, നന്ദുഷാണ് വിശദാംശങ്ങൾ നൽകിയത്.